മൊബൈൽ കയ്യിലുള്ളവരൊന്ന് കയ്യിലെടുക്കും. കയ്യിലെടുത്തോ? എല്ലാവരും എടുത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചു, ജിബ്രീലേ, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ വയസ്സ് എത്രയെന്ന് എനിക്കറിയില്ല. ചിലവരോട് ചോദിച്ചാൽ വയസ്സൊന്നും പറയില്ല, കാരണം അവർ അറിയാഞ്ഞിട്ടൊന്നുമില്ല, പ്രായം കൂടിയെന്ന് അറിയണ്ടെന്ന് എഴുതിയിട്ട് ചിലപ്പോൾ പറയില്ല. അപ്പം പ്രത്യേകിച്ച് ഉവൈസി അമാനിയോടൊക്കെ വയസ്സ് എത്ര ചോദിച്ചാൽ ഒരു ഉണ്ടല്ലേ ഇല്ല, ഒരു ചിരിയിൽ തള്ളും, കാരണം ഒരു പ്രായം കൂടിയെന്ന് പറയണ്ടെന്ന് എഴുതിയിട്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല നബിയേ, പക്ഷേ ഏകദേശം ഒരു രൂപം ഞാൻ പറയാം റസൂലേ. മൂന്നാം തിരശ്ശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. മൂന്നാം തിരശ്ശീല എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആകെ നമുക്ക് അരമണിക്കൂറുള്ളൂ. ആ നക്ഷത്രം ഇന്നുദിച്ചാൽ ഇന്ന് തന്നെ അസ്തമിക്കും നബിയേ. ഇനി പിന്നീട് ആ നക്ഷത്രം ഉദിക്കണമെങ്കിൽ 70,000 കൊല്ലം കഴിയണേ നബിയേ. ഇന്നുദിച്ച സൂര്യൻ നാളെ ഉദിക്കില്ലേ കൂട്ടുകാരെ? ഹബീബിങ്ങൾ എന്നുദിച്ച സൂര്യൻ നാളെ വീണ്ടും ഇവിടെ ഉദിക്കില്ലേ? ആന്ന് പറയ്. പക്ഷെ ഈ നക്ഷത്രം നാളെ ഉദിക്കില്ല, 70,000 കൊല്ലം കഴിഞ്ഞിട്ട് ഉദിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു തവണ. മൂന്നാമത്തെ തവണ ഉദിക്കണമെങ്കിൽ വീണ്ടും 70,000 കൊല്ലം കഴിയണം. 1,40,000 കഴിഞ്ഞു. മൂന്നാമത്തെ തവണ നക്ഷത്രം ഉദിക്കണമെങ്കിൽ വീണ്ടും 70,000 കഴിയണം. എത്രയായി? അങ്ങനെ ആ നക്ഷത്രത്തെ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി. 1, 2, 3, 72,000 തവണ ഞാൻ എണ്ണി നബിയേ. അതാണ് എൻ്റെ പ്രായമെന്ന് ഹളറത്ത് ജിബ്രീൽ. മൊബൈൽ എടുത്തവരെ നിങ്ങൾ ഉത്തരം പറയൂ, ഞങ്ങൾക്കൊരു സമ്മാനം സ്പോൺസർ ചെയ്യാം. എത്ര വയസ്സായിട്ടുണ്ടാവും ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം? ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടി ആവർത്തിക്കാം. മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കണക്കൂട്ടാ, മനക്കണക്ക് കൂട്ടാൻ കഴിയുന്നവർ അങ്ങനെയും കൂട്ടിയാൽ മതി. ആർക്കാണെങ്കിലും ഒരു സമ്മാനം ഇവിടുന്ന് നൽകുന്നതായിരിക്കും, സംഘാടകർ നൽകും. ഞാൻ പറയും എത്ര വയസ്സായിട്ടുണ്ടാവും ജിബ്രീലിന്? നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് സമ്മാനം വാങ്ങിച്ചു തരേണ്ടി വരും. പറ്റുമോന്ന്? ഹബീബിങ്ങളെ, ആ ഉത്തരം കേട്ടപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 70,000 കൊല്ലത്തിന്റെ ഇടവേളയിൽ 72,000 തവണ നിങ്ങൾ കണ്ട കാർത്തിക നക്ഷത്രമില്ലേ, അത് ഞാനാണ് ജിബ്രീൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ ജിബ്രീലിനെ പടയ്ക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയുണ്ട്. നൂറായിട്ടുണ്ട്, പ്രകാശമായിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമെ അല്ലാഹു പടച്ചപ്പോൾ മുഹമ്മദീയ നൂറാനിയത്തിന് അവരുടെ നെറ്റിത്തടത്തിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു അല്ലാഹു. ആദം നബി അലൈഹിസ്സലാമോ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഹവ്വാ ബീവിയെ കണ്ടു. ഹവ്വാ ബീവിയെ പ്രാപിക്കാൻ ശ്രമിച്ച ആദമിനോട് മലക്കുകൾ പറഞ്ഞു, പാടില്ല. അപ്പൊ എന്തു വേണം? മഹർ കൊടുത്ത് കല്യാണം കഴിക്കണം. ആദം നബി പറഞ്ഞു, എന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. മലക്കുകൾ പറഞ്ഞു, 3 സ്വലാത്ത് ചൊല്ലിയാൽ മതി. ആദം നബി അലൈഹിസ്സലാം സ്വലാത്ത് ചൊല്ലി, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞപ്പോൾ ആദം നബി അല്ലാഹുവിനോട് ചോദിച്ചു, നബിയെ, ആരാണ് ഈ മുഹമ്മദ്? ഞാനല്ലേ മനുഷ്യനായിട്ടുള്ളൂ, ഹവ്വയും മാത്രമല്ലേ ഉള്ളൂ, ആരാണ് ഈ മുഹമ്മദ്? അല്ലാഹു പറഞ്ഞു, ആദമേ, നിന്റെ പരമ്പരയിൽ അവസാനം വരാനിരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. പക്ഷെ അവരുടെ നൂറ് മുമ്പേ ഉണ്ട്. ആദം പറഞ്ഞു, എനിക്ക് ആ നൂറിനെ ഒന്ന് കാണണം അല്ലാഹുവേ. കയ്യിന്റെ ചൂണ്ടുവിരലിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ, കയ്യിന്റെ തള്ളവിരലിന്റെ നഖത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വെളിച്ചത്തെ കാണിച്ചു കൊടുത്തു. മുഹമ്മദ് മുസ്തഫയുടെ വെളിച്ചത്തെ ആദം നബി അലൈഹിസ്സലാം തന്റെ ചുണ്ടിനോട് ചേർത്ത് ഇങ്ങനെ ചുംബിച്ചോ. നിങ്ങളുടെ കൊല്ലത്ത് ഈ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, ബാങ്ക് കൊടുക്കുമ്പോൾ
അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കേട്ടാൽ ഇങ്ങനെ തള്ളവിരൽ ചുംബിച്ച് കണ്ണിൽ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 6ാമത്തെ ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രായമുള്ളവരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മനുഷ്യന്മാരെ നിങ്ങളൊരു മറുപടി പറയും, കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇദാ സമിഅ ഇസ്മി ഫിൽ അദാൻ, ബാങ്കിൽ ഒരാൾ എൻ്റെ പേര് കേട്ടാൽ ഫഖബ്ബല ളുഫ്റൈ ബഹാമൈ, അവൻ്റെ കൈയിൻ്റെ നഖത്തിൽ ചുംബിക്കുകയും ചെയ്താൽ ഫമസഹ അലാ ഐനൈ, കണ്ണുകളിൽ അത് തടവുകയും ചെയ്താൽ പിന്നെ അവൻ്റെ കണ്ണ് പൂർണ്ണമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമിങ്ങൾ പറയാണ്, അങ്ങനെ ചുംബിക്കുമ്പോൾ ചെല്ലണം, മർഹബാ മർഹബൻ ബിഹബീബി ഖുർറത ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ചുംബിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ തള്ളവിരലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് കണ്ടു. ഇവിടെ അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ വിരൽ ഉയർത്താറില്ലേ? ആന്ന് പറയ്. ഈ വിരലാണോ ഉയർത്തുന്നത്? ഈ വിരലാണോ? ചൂണ്ടുവിരലല്ലേ? അപ്പൊ ലോകത്തെ എല്ലായിടത്തും ചൂണ്ടുവിരലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മദ്രസയിൽ ഉസ്താദ്മാരോട് ചോദിച്ചോ, എന്തിനാണ് ഇപ്പൊ ഈ വിരൽ ഉയർത്തുന്നത് അത്തയ്യാത്തില്? ചില ആൾക്കാർ ഇങ്ങനെ ആട്ടുട്ടോ. അത്തരം തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ പോയവരൊക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഷാഫി മദ്ഹബ് പ്രകാരം കണ്ടിന്യൂസ് ആയി തുടർച്ചയായി 3 തവണ ആടിയാൽ ബ്ലൂം അവൻ്റെ നിസ്കാരം ബാത്തിലാണ്. ഷാഫി മദ്ഹബാണ് ഞാൻ പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വേറെ മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ മക്കത്ത് പോയി അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാട്ടരുത്. അവിടെ പല മദ്ഹബും ഉണ്ടാവും. പക്ഷെ കൊല്ലത്തുനിന്ന് പോയിട്ട് ഒരാൾ ഗൾഫിൽ പോയി, ഇവിടെയൊക്കെ ഭയങ്കര മൗലൂദും സലാത്തൊക്കെ ചൊല്ലിയ ഒരാൾ എല്ലാം ഗൾഫിലൊന്ന് പോയി തിരിച്ചു വന്നപ്പോൾ അത്തയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ അവൻ്റെ പരിപാടി തീർന്നു. അതുപോട്ടെ, അത്തരം വിവാദങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആളെന്ന് നിൽക്കാൻ പറയട്ടെ. ഈ വിരൽ എന്തിനാണ് പൊക്കണത്? അതിന് മറുപടി പറഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് വരും. ആദ്യത്തെ ഗിഫ്റ്റ് കമ്പനിക്ക് അടിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. എന്തിനാണ്? വെറുതെ ഒരു ചരിത്രം കേട്ടിരുന്ന പോരല്ലേ? നമ്മൾ കുറേ സംഭവങ്ങളും മസലുകളും മനസ്സിലാക്കണ്ടേ? എന്തിനാണ് ഈ വരല്? നിങ്ങൾ ഗിഫ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ മറുപടി പറയല്ലേ? പറയില്ല. എന്തിനടിച്ചിരിക്കണ്? വാങ്ങിത്തരുന്നുണ്ടോ? ഹബീബിങ്ങളെ ഹബീബിങ്ങളെ, നഖം വെട്ടൽ സുന്നത്താണല്ലേ? അത് ദക്ഷിണ കേരളത്തിലും മലബാറിലും സുന്നത്താണ്. പക്ഷെ നമ്മുടെ ഉമ്മമാര് തള്ളവിരൽ മുതലാണ് നഖം വെട്ടാറുള്ളത്. കുട്ടികൾക്ക് നഖം വെട്ടിക്കൊടുക്കുമ്പോൾ തള്ളവിരൽ മുതലാണ് നഖം വെട്ടിക്കൊടുക്കുന്നത്. സുന്നത്തിൻ്റെ കൂലിയില്ല. ഹജ്ജിനും ഉംറക്കും പോയവരല്ലേ നിങ്ങൾ? നഖം മുറിക്കൽ സുന്നത്തല്ലേ? നിങ്ങൾ നഖം മുറിച്ചില്ലേ? ആ ചപ്ലാങ്കൊട്ട കൊണ്ട് നഖം മുറിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തള്ളവിരലല്ലേ മുറിക്കുന്നത്? സുന്നത്തില്ല. അള്ളാന്റെ ദീന് പറയുന്നത്, മദ്രസയിലെ പുസ്തകത്തിൽ പറയുന്നത്, അത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് സുന്നി ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, അത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും, കേരളത്തിലെ പ്രശസ്തമായ 4 സുന്നി സംഘടനകളുടെ വിദ്യാഭ്യാസ ബോർഡാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പഠിപ്പിക്കുന്നത് വലത്തേ കൈയിൻ്റെ ചൂണ്ടുവിരലിലെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്. Why? What is the reason? എന്തുകൊണ്ടാണ് അങ്ങനെ? ഹബീബിങ്ങളെ, അവിടെയുമുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂർ. ആ പ്രകാശത്തിന് ഈ വിരലുമായി ഒരു കണക്ടിവിറ്റി ഉണ്ട്. 6 ചോദ്യം ചോദിച്ച് നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയാതെ പോകുന്നത്. അപ്പൊ റസൂലുള്ള വെളിച്ചമാണ്. അങ്ങനെ ഫീ സുൽബി ആദമ ഇലൽ അർള് ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം മിനൽ അർള്, ആദം നബി അല്ലാഹു പടച്ചപ്പോൾ എൻ്റെ വെളിച്ചത്തെ, മുഹമ്മദീയ പ്രകാശത്തെ ആദം നബിയുടെ മുതുകിൽ അല്ലാഹു ഭൂമിയിൽ ഇറക്കുകയാണ്.
ഫീ സുൽബിൽ ഖലീൽ, ഇബ്രാഹിം നബിയുടെ മുതുകിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, ഇബ്രാഹിം നബിയെ തീയിലിടുമ്പോൾ ഞാൻ ഇബ്രാഹിമിന്റെ മുതുകിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ ഇബ്രാഹിമിനെ തീ തൊടും അലൈഹിസ്സലാം? ഇബ്രാഹിം നബിയെ തീന് തൊടാൻ പറ്റാത്തത് മുഹമ്മദീയ പ്രകാശമിരിക്കുന്ന ഒരാളെ തൊടാൻ തീന് കഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അത് പ്രവാചകനെ സ്നേഹിച്ചവരെ വരെ തൊടാൻ തീന് കഴിയില്ല മുഅ്മിനീങ്ങളെ. അപ്പം നിങ്ങളോട് പറയും, എന്നാൽ പിന്നെ നമുക്ക് അടുപ്പിലൊന്ന് പോയി കൈ വെച്ച് നോക്കാം. കത്തി അങ്ങോട്ട് പോകും. കാരണം നമ്മൾ പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഒരോളത്തിലുള്ള സ്നേഹമാണ്. ഉമർ തങ്ങളുടെ ആ കാലത്ത് ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് വന്ന വേളയിൽ, സഹാബിയല്ല കേട്ടോ, റസൂലുള്ളാഹിനെ വല്ലാതെ പ്രണയിച്ച ഒരാൾ. അപ്പൊ മുസൈലിമ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നബി, എന്നെ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല. തീയിലേക്ക് പിടിച്ചിട്ടു, അദ്ദേഹത്തെ തീയിലേക്ക് പിടിച്ചിട്ടു. അബൂ മൂസൽ ഖൗലാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തീയിലിരുന്ന് സ്വലാത്ത് ചൊല്ലി വിശ്വസിക്കുമോ നിങ്ങള്? ഒരു രോമം പോലും കരിയാതെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ഈ വിവരം മദീനയിലെത്തി. ഉമർ തങ്ങൾ കത്തെഴുതുകയാണ്, അബൂബക്കറാണ് ഖലീഫ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ കത്തെഴുതി, അബൂ മൂസ മദീനയിലേക്കൊന്നു വരണേ, നിങ്ങളെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ടേ. അബൂ മൂസ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വരുമ്പോ, ഹബീബിങ്ങളെ, മദീന ഹറമിന്റെ അതിർത്തിയിൽ പോയി മദീനയുടെ ഖലീഫയായ അബൂബക്കറോ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ പോയി നിന്നു. ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ല വരുന്നത്, ഒരു സഹാബി പോലുമല്ല, പ്രവാചകനല്ല, ഒരു മനുഷ്യൻ വരികയാണ്. കാത്തു നിന്നു, കൊണ്ടുവന്നു മദീന പള്ളിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും നടുവിൽ ഇരുത്തി. എന്നിട്ട് അബൂ മൂസയോട് ഉമർ തങ്ങൾ പറയാണ്, ഞാൻ കുറേ കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയാണ്. അല്ലാഹുമ്മ ലം തുമിത്നി ഹത്താ അറാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫുഇല ബി ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഉമ്മത്ത് മുഹമ്മദിലെ ഒരാൾ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണുന്നത് വരെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോ മുഹമ്മദ് നബിയുടെ ഒരു ഉമ്മത്ത് തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ കണ്ടു. കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹാബിയല്ല, പ്രവാചകനല്ല. ഒറ്റ മഹത്വം അദ്ദേഹത്തിനുള്ളൂ, മഹബ്ബത്തുർ റസൂൽ. അപ്പൊ നബിയെ സ്നേഹിച്ച ആളെ പോലും തീന് തൊടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നബിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് തീരെ തൊടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തു ഷരീഫയുമായി ബന്ധപ്പെട്ട ഒന്നിനെ പോലും തീന് തൊടാൻ പറ്റില്ല. അത് ബഅദ വഫാത്തി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പോലും ഹബീബിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നിനെ തൊടാൻ തീന് പറ്റില്ല. അല്ലാഹു അഅലം. ഹബീബിങ്ങളെ, അപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിൽ മുഹമ്മദ് നബിയുണ്ട്. ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയുടെ മുതുകിൽ മുസ്തഫായ നബിയുണ്ട്. പ്രളയത്തിന്റെ വേളയിൽ നോക്കൂ, ഈ കുട്ടികളൊക്കെ മദ്രസയെ പഠിച്ചത് 520 ഏപ്രിൽ 21 തിങ്കളാഴ്ച ദിവസം അല്ലേ റസൂലുള്ളാഹി ജനിച്ചു എന്നല്ലേ കേട്ടത്? അല്ലേന്ന്? അല്ലേ? അത് റസൂലുള്ള ശാരീരികമായി വന്നത് മാത്രമാണ്. റസൂലുള്ള അപ്പോഴൊന്നും അല്ല വന്നത്. ഈ മനുഷ്യവംശത്തെ പടയ്ക്കുന്നതിന് മുമ്പ് മുഹമ്മദ് മുസ്തഫയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, 1,24,000 വരുന്ന പ്രവാചകന്മാരുടെ മുതുകുകളിലൂടെ ഒഴുകി 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 വലൻ യസൽ യൻകുലിനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിൻ സകിയത്തി ത്വാഹിറ ഹത്താ
അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലൻ യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. നൂറ്റാണ്ടുകളിലൂടെ അവിരാമമായ പ്രവാഹമായി അനസ്യൂതമായ ഒഴുക്കായി എൻ്റെ നബി ഒഴുകി 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 അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മുതുകിൽ എത്തിച്ചേരുന്നു. ഒരു റജബ് മാസത്തിൽ ഒരു വ്യാഴാഴ്ച രാത്രി വഹബിന്റെ മകൾ ആമിന ബിവിയെ കല്യാണം കഴിച്ച രാത്രി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹ് ഇലാ ബത്നി ആമിന. ആമിനാബിയുടെ ഗർഭാശയത്തിലേക്ക് അബ്ദുള്ളയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമെത്തി. നോക്കൂട്ടോ, ഈ അബ്ദുള്ള പണ്ട് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോൾ സ്ത്രീകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറയും, മൗത്ത് ടു മൗത്ത് മെസ്സേജ് പാസ് ചെയ്യും. അന്ന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റ ഇല്ല. അതുകൊണ്ട് പറയും, ദോ അബ്ദുള്ള വരുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി നിന്ന് നോക്കും. അത്രക്ക് ഭംഗിയായിരുന്നു അബ്ദുള്ളയെ കാണാൻ. പല ആളുകളും വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ വഹബിന്റെ മകൾ ആമിന ബിവിയെ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം കല്യാണം പിറ്റേന്ന് നടക്കാൻ ഇറങ്ങിയ അബ്ദുള്ളയെ കണ്ട് പെണ്ണുങ്ങളെല്ലാം വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. കാരണം ഭംഗി പോയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം? മുഹമ്മദ് നബിയുടെ പ്രകാശം ആമിന ബിവിയിൽ എത്തിച്ചേർന്നു. അതാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ പ്രസംഗം തുടങ്ങിയത് റസൂലുള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ്. ഈ രാത്രി കാണാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഐഷ ബീവി പറഞ്ഞു, സലീഖ ബീവിയുടെ അനുയായികളായ പെണ്ണുങ്ങൾ മിസ്റില് യൂസുഫിനെ കണ്ടിട്ട് വിരലാണ് മുറിച്ചു കളഞ്ഞതെങ്കിൽ ആ പെണ്ണുങ്ങളെല്ലാം എൻ്റെ ഹബീബായ മുസ്തഫ നബിയെ കണ്ടിരുന്നുവെങ്കിൽ മൻറാ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി. അങ്ങനെ നമ്മൾ മൗലൂദിൽ പാടാറുണ്ട്, ഹൃദയത്തിൽ കത്തിയിറക്കി അവർ മരിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ സയ്യിദത്തു ആയിഷ റളിയല്ലാഹു അൻഹാ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഈ രാത്രിയിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു ഹബീബിങ്ങളെ. അതൊരു ക്രൈസായിട്ട് നമ്മൾ എടുക്കണം. ഒരു ക്രഷ് മാത്രം പോരെ, ക്രൈസായിട്ട് നമ്മൾ എടുക്കണം. എനിക്ക് നബിയെ കാണണമെന്ന ഉത്കടമായ ഒരു ആഗ്രഹത്തിൽ പെടയണം. ധാരാളം സംഭവങ്ങൾ ഞാൻ ഉദ്ധരിക്കാറുണ്ട്, പക്ഷെ ഇവിടെ അതൊക്കെ വിട്ടുപോവുകയാണ്. അത്രക്ക് ഭംഗിയാണ് മുഹമ്മദ് മുസ്തഫ. ഇതിൽ മദീനയിൽ പോയവരൊന്ന് കൈവന്തിച്ചാണ്. മദീനത്ത് പോയവർ മാഷാ അല്ലാ, മാഷാ അല്ലാ. ബാക്കിയുള്ളവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മദീനയിൽ പോയാൽ നല്ല ശ്രദ്ധയോടെ കേട്ടോട്ടോ. മദീനയിൽ പോയാൽ റെക്കോർഡ് ചെയ്തിട്ട്, ഇനി പറയണ റെക്കോർഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വേഗം പോടുത്ത് റെക്കോർഡ് ചെയ്യും, പറയേണ്ടതെന്നില്ല. മദീനയിൽ പോയാൽ മസ്ജിദ് അബൂദർ ലിഫാർ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. മസ്ജിദ് അബൂദർ ലിഫാർ. നിങ്ങൾ കൈ പൊക്കിയ ഒരു സമീപകാലത്താണ് മദീനയിൽ പോയെങ്കിൽ നിങ്ങൾ ഒരിക്കലും മസ്ജിദ് അബൂദർ ലിഫാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടാരെങ്കിലും വേണമെങ്കിൽ കൈവെക്ക്. അവിടെ മസ്ജിദുൽ ഗമാമയുണ്ട്, മസ്ജിദുൽ ജുമുഅയുണ്ട്, മസ്ജിദുൽ ഖുബയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈനിയുണ്ട്, മസ്ജിദുൽ ഫതഹുണ്ട്, മസ്ജിദ് സൽമാനുണ്ട്, മസ്ജിദ് ബിലാലുണ്ട്, മസ്ജിദ് ഇമാം ബുഖാരിയുണ്ട്, മസ്ജിദ് അബൂബക്കർ, മസ്ജിദ് അലി, മസ്ജിദുൽ ജുമുഅ, ഇങ്ങനെയുള്ള പള്ളികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണും. മസ്ജിദ് അബൂദർ ലിഫാർ മദീന പള്ളിയുടെ മുൻവശത്താണ്, പിറകുവശത്താണ്. അതായത് മുൻവശത്തല്ലേ ഖിബില, അപ്പോൾ പിൻവശത്താണ്. ഒരു 500 മീറ്റർ നിങ്ങൾ പിറകിലേക്ക് പോയാൽ അവിടെ മസ്ജിദ് അബൂദർ ലിഫാർ എന്ന് പറയുന്ന പള്ളി കാണും. ഇന്നത്തെ സാപ്റ്റിക്കോ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ്. ഇന്നത്തെ ബർമ ഹോൾസെയിൽ മാർക്കറ്റിന്റെ സമീപത്താണ്. അവിടെ മദീന ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഹോട്ടലുകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ പള്ളി ഇനി പൊളിക്കുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ വർഷം വരെ പൊളിച്ചിട്ടില്ല. അവിടെ ഒന്ന് പോകണം ഇൻഷാ അല്ലാഹ്. പറയും
പടച്ചോനെ ഇൻഷാ അല്ലാ പറഞ്ഞവർക്ക് മാത്രം അവിടെ പോകാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മാത്രമേ പോവുള്ളൂ. കാരണം ബാക്കിയുള്ളത് ഇൻഷാ അല്ലാ പറയും. ഒരു പണി നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ കുറേ നേരമായി കരുതിയിരിക്കണം. അപ്പോൾ ഈ ഇൻഷാ അല്ലാ ഞാൻ വരുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ പോകാനൊക്കെ പറ്റും കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. പൈസ ഇല്ലെങ്കിലും അല്ലാഹു നിങ്ങളവിടെ എത്തിക്കട്ടെ, എല്ലാവരും എത്തിക്കട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് പറയും നിങ്ങൾ ചിലപ്പോൾ നമ്മളെത്തും. അപ്പോൾ ഈ പള്ളിയിൽ പോയിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണതിൻ്റെ മുമ്പ് ഒരു സമ്മാനം തരണമല്ലോ, അതുകൊണ്ട് പറയാം. അവിടെ അള്ളാൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാൻ്റെ റസൂലിനോട് പറയണം, പടച്ചോനോട് പറയണം, അല്ലാ എനിക്ക് സലാത്തിൻ്റെ ഇജാസ തരണം റബ്ബേ. ഇവിടെ ഒരു സംശയം തീർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. വയസ്സായവർക്ക് ഇങ്ങനെ മനസ്സിലായിണ്ടാവും. അതായത് ഒരു മഹാൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ദിക്റിനൊക്കെ ഒരു ഇജാസത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെല്ലുന്നതിനേക്കാൾ അതിൽ പവർഫുള്ളായിരിക്കും. അത് ഇഫക്റ്റീവായിരിക്കും. റൈറ്റ്. ഇപ്പോൾ ഹദ്ദാദ് പരമ്പരാഗതമായി ചെല്ലി വരുന്ന ഒന്നാണ്. അപ്പോൾ ഹബീബിങ്ങളെ, സലാത്തിന് അങ്ങനെ ഇജാസത്തിൻ്റെ സമ്മതത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ സംശയത്തിൽ 2 സംശയമുണ്ട്. ഒന്നാമത്തെ സംശയത്തിന് മറുപടി, സലാത്ത് വെറുതെ ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അമല് സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. എല്ലാ അമലും സ്വീകരിക്കണേ നിയ്യത്ത് വേണം. ഇപ്പം നിങ്ങളിവിടെ ഇരുന്നതിന് ചരിത്രം കേട്ടു അല്ലെങ്കിൽ പ്രവാചക സ്നേഹം ഉൾക്കൊണ്ടു എന്നതിനപ്പുറം ഒരു ഇൽമ് കേട്ടതിൻ്റെ പ്രതിഫലം കിട്ടണമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പടച്ചോനെ ഞാൻ ഇൽമിൻ്റെ മജ്ലിസിലിരിക്കുന്നു, നേരത്തെ ഉസ്താദ് പ്രസംഗിക്ക് പറഞ്ഞില്ലേ മജ്ലിസുൽ ഇൽമിനെ കുറിച്ച്, ആ പ്രതിഫലം ഇപ്പോഴും നിങ്ങളുടെ റെക്കോർഡിൽ മൈന്യൂട്ട് സെക്കൻഡിൽ വിതിൻ സെക്കൻഡ്സ് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. അമൽ വെച്ചിരുന്നുവെങ്കിൽ എല്ലാ അമലിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പള്ളിയിൽ കയറിയിട്ട് വെറുതെ ഒരാളിരുന്ന കൂലി കിട്ടൊന്നുമില്ല. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദില്ല എന്ന് ഇഅ്തികാഫിന് നിയ്യത്ത് വെക്കണം. എന്നാൽ സലാത്തിന് അങ്ങനെ ഒരു നിയ്യത്തിന്റെ ആവശ്യമില്ല. ചുമ്മാ ചെല്ലിയാലും അവിടെ ഇങ്ങനെ ബിരിയാണി പൊതി കൊടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ സലാത്ത് മജ്ലിസിൽ കുറച്ചേരം ഇരിക്കാന്ന് കരുതി ഇരുന്ന് ചെല്ലിയാൽ പോലും പ്രതിഫലം കിട്ടും. അങ്ങനത്തെ ഒരു സലാത്തിന് എന്തിനാണ് ബഷീർ ഫൈസി ഇജാസത്ത് വേണമെന്ന് പറഞ്ഞതെന്നൊരു സംശയം ഞാൻ ദൂരീകരിച്ചു തരികയാണ്. നിങ്ങളവിടെ പോയിട്ട് സലാത്ത് ചെല്ലിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് സമ്മതം ചോദിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, റൗളയിൽ ചോദിച്ചാൽ പോരെ, എന്തിനാണ് ആ പള്ളി, എന്തിനാണ് റൗളയിലല്ലേ റസൂലുള്ള ഉള്ളത്? അതിന് ഞാൻ മറുപടി പറഞ്ഞുതരാം. ഒന്ന്, ആ പള്ളിക്ക് 7 പേരുകളുണ്ട്. ഒന്ന് മസ്ജിദുൽ ആയ, 2 മസ്ജിദുൽ ഇജാബ. ഇജാബ എന്ന് പറഞ്ഞ പേരിൽ വേറെയും പള്ളി ഉണ്ട് അവിടെ, അതല്ല. 3 മസ്ജിദുസ് സജദ, 4 മസ്ജിദുസ് സുജൂദ്, 5 മസ്ജിദുസ് ശുക്ർ, 6 മസ്ജിദു അബൂദറിൽ ഗിഫാർ, 7 മസ്ജിദുസ് സലാത്ത്. ഇങ്ങനെ 7 പേരുകളുള്ള പള്ളിയാണ് മദീനയിലെ മസ്ജിദ് അബൂദറിൽ ഗിഫാർ. ഒരു പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇൽമ കിട്ടണം, മനസ്സിന് കുളിരുണ്ടാകണം, മദീനയോട് പ്രണയം തോന്നണം. അതല്ലാതെ 2 മണിക്കൂർ ഒരു ഗംഭീര പ്രസംഗമാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് എന്താ കാര്യം? മുഅ്മിനീങ്ങളെ, ഞാൻ തുടക്കത്തിൽ 9 തൂണ് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടാവും. 9 തൂണിന്റെ കഥ പറഞ്ഞാൽ മദീനയിൽ എത്തിയാൽ നമ്മുടെ മനസ്സ് പൊട്ടും. പക്ഷെ സമയക്കുറവുകൊണ്ട് അത് പറഞ്ഞില്ല. ഇപ്പൊ ഇതാ ഞാൻ പള്ളികളുടെ പേരിൽ മസ്ജിദ് അബൂദറിൽ ഗിഫാരിയുടെ 7 പേര് പറഞ്ഞു. ഇനി എന്താണ് അതിന്റെ മഹത്വം? ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്തിറങ്ങിയത് ആ പള്ളിയുടെ അവിടെ അള്ളാഹുവിൻ്റെ റസൂല് നിൽക്കുന്ന വേളയിലാണ്. അന്നാ പള്ളി ഇല്ല കേട്ടോ, അന്നാ പള്ളിയില്ല. എന്താണ് ആ ആയത്തിൽ? നിശ്ചയം അള്ളാഹു പ്രവാചകർക്ക് ഗുണം ചെയ്യുന്നു, മലക്കുകൾ ഈ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനേ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന കൽപ്പനയുള്ള ആയത്താണത്.
ഈ ആയത്ത് കേട്ടപ്പോൾ സുജൂദിൽ വീണു. വബക്കാ, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹു സലാത്ത് എല്ലാം പറഞ്ഞിരിക്കുകയാണ്. സുജൂദിൽ വീണു ശുക്രിന്റെ സുജൂദ് ചെയ്തു പൊട്ടിക്കരഞ്ഞത് കൊണ്ടാണ് മസ്ജിദു ശുക്ർ എന്ന പേര്. ആ സലാത്തിന്റെ ആയത്തിറങ്ങിയത് കൊണ്ടാണ് മസ്ജിദു സലാത്ത് എന്ന പേര്. സുജൂദ് ചെയ്തത് കൊണ്ടാണ് മസ്ജിദു സജദ എന്ന പേര്. അവിടെ ഉത്തരം കിട്ടുന്ന പള്ളിയായതുകൊണ്ടാണ് മസ്ജിദുൽ ഇജാബ എന്ന പേര്. അങ്ങനെ ഓരോ പേരിനും വ്യാഖ്യാനമുണ്ട്. നിങ്ങളങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പറയണേ മുഅ്മിനേ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയേ. ഈ കുട്ടികൾ മാത്രം, എല്ലാവരും ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾക്ക് അവിടെ പോകാൻ അവസരം ഉണ്ടായാൽ നിങ്ങളവിടെ 5 മിനിറ്റ് കൊണ്ട് തീരില്ലേ? അല്ലാഹുവേ, എനിക്ക് ഹബീബിൻ്റെ പേരുള്ള സലാത്തിൻ്റെ ഇജാസത്ത് ലഭിക്കണം എന്ന് പറയാൻ 5 മിനിറ്റ് അല്ലേ വേണ്ടോ? 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം പോരെ? ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് മുഅ്മിനേ, ഹബീബേ, ഹജ്ജിനാണ് പോയതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മദീന വിടുന്നതിൻ്റെ മുമ്പേ ഫിൽ യഖ്ളതി ഔ ഫിൽ മനാം, സ്വപ്നത്തിലോ ഉണർച്ചയിലോ അല്ലാഹുവിന്റെ റസൂൽ വന്ന് നിങ്ങൾക്ക് സമ്മതം തരും. അതില്ലാതെ നിങ്ങൾ മദീന വിടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പറ്റുമെങ്കിൽ ചെയ്തോളൂ. സാധ്യത വളരെ 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 കുറവാണെന്ന് എനിക്ക് സദസ്സിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ചെയ്ത് നോക്കിയിട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടൊക്കെ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘിച്ച് പറയാനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഒന്നാമത് 2 മണിക്കൂറായല്ലോ. മാത്രമല്ല എനിക്കിനി തിരിച്ചോടണം. ഞാൻ നമ്മുടെ ഈ 2 ഉസ്താദുമാർ വിചാരിച്ച് മാത്രം ഇങ്ങോട്ട് വന്നതാണ്. ഒരു പക്ഷേ ഇങ്ങോട്ടുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വരവ്. നിങ്ങളെ കാണാനും പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും അറിയിക്കുകയാണ്.